നമസ്കാരം. ഇന്ത്യൻ തിയേറ്റർ ഫൗണ്ടേഷൻ്റെ ചെയർമാൻ ശ്രീ ആലപ്പി ഋഷികേശ്, സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ KP സജീവൻ, ഇന്ത്യൻ തിയേറ്റർ ഫൗണ്ടേഷൻ്റെ മുഖ്യ അമരക്കാരൻ ശ്രീ കൊടുമൺ ഗോപാലകൃഷ്ണൻ, അതിൻ്റെ രക്ഷാധികാരി ശ്രീമാൻ രാജേന്ദ്രൻ തായാട്ട്, ഇന്നത്തെ ഈ പരിപാടിക്ക് നന്ദി പ്രകാശിപ്പിക്കുന്ന ശ്രീമാൻ വേണു, എല്ലാവർക്കും മാത്രമല്ല ഈ ഇന്ത്യൻ തിയേറ്റർ ഫൗണ്ടേഷൻ്റെ എല്ലാ ബന്ധുക്കൾക്കും എല്ലാ അംഗങ്ങൾക്കും എൻ്റെ ഹൃദ്യമായ നമസ്കാരം. ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് അവാർഡ് വാങ്ങിയ രണ്ട് പ്രമുഖ വ്യക്തികൾക്ക് അനുമോദനം അർപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ആ പരിപാടി ഔപചാരികമായിട്ട് നിങ്ങളുടെ അനുമതിയോടുകൂടി ഉദ്ഘാടനം ചെയ്തതായിട്ട് ആദ്യമേ തന്നെ പറയട്ടെ. ഇന്ത്യൻ തിയേറ്റർ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന പ്രസ്ഥാനം ചുരുങ്ങിയ കാലത്തിനിടയ്ക്ക് കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ വളരെ വലിയ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞ ഒരു പ്രസ്ഥാനമായിട്ട് മാറിയിരിക്കുകയാണ്. കലയുടെ വൈവിധ്യമാർന്ന മേഖലകളിൽ സംഘടനയുടെ തനതായിട്ടുള്ള മുദ്ര പതിപ്പിക്കുന്നതിന് ചുരുങ്ങിയ കാലം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. നാടക അവതരണത്തിൽ, നാടക ഗാനാവതരണത്തിൽ, അതുപോലെ ശബ്ദനാടക അവതരണത്തിൽ ഒക്കെ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. മാത്രമല്ല, മുഖ്യമായിട്ടുള്ള ചില വിഷയങ്ങളെ അധീകരിച്ചുകൊണ്ടുള്ള പ്രഭാഷണങ്ങളും ചർച്ചകളും വളരെ സജീവമായിട്ട് സംഘടിപ്പിക്കുന്നുണ്ട്. ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചുള്ള സെമിനാർ നടത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പലപ്പോഴും അവാർഡ് ജേതാക്കൾക്കുള്ള അനുമോദനം നടത്തിയിട്ടുണ്ട്, അനുസ്മരണ യോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ സ്തുത്യർഹമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് ഈ പ്രസ്ഥാനം. ഇനിയും പുതുമയാർന്ന പരിപാടികളോടുകൂടി ഈ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. ഇന്ന് നാം ചേർന്നിരിക്കുന്നത് അവാർഡ് ജേതാക്കൾക്ക് അനുമോദനം അർപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അതിൽ പ്രധാനമായിട്ട് രണ്ട് പേര്, ഒന്ന് ശ്രീമതി ജിഷയും മറ്റൊന്ന് ശ്രീ സൂരജ് സത്യനും. സംഗീത നാടക അക്കാദമിയുടെ വേദികളിൽ വരെ സ്ത്രീപക്ഷ നാടകങ്ങളെ ലബ്ധപ്രതിഷ്ഠമാക്കിയ ഒരു അഭിനേത്രിയാണ് ശ്രീമതി ജിഷ. നാടക അവതരണത്തിൽ, നാടക രചനയിൽ, നാടക സംവിധാനത്തിൽ ഒക്കെ തൻ്റേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള അഭിനേത്രി. പരമ്പരാഗതമായിട്ട് തന്നെ നാടക അവതരണവും നാടക അഭിനയവും നാടക സംവിധാനവും ഒക്കെ കൈമുതലായിട്ടുള്ള ഒരു ആളാണ് ശ്രീമതി ജിഷ. ആ സകലകലാ പ്രതിഭയ്ക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകളോടി അർപ്പിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് അഭിനന്ദിക്കാനുള്ളത്, അനുമോദിക്കാനുള്ളത് നമ്മുടെ സൂരജ് സത്യനെയാണ്. സൂരജ് സത്യൻ കഥാപ്രസംഗ രംഗത്ത് മാത്രമല്ല സർവകലാവല്ലഭനാണ്. ഒരു നന്നായിട്ട് കവിത എഴുതുന്ന ആളാണ്, ഭംഗിയായിട്ട് പ്രഭാഷണം ചെയ്യുന്ന ആളാണ്, നല്ല ഭാഷാപ്രയോഗം ഉള്ള ആളാണ്, നല്ല അക്ഷരശുദ്ധിയുള്ള ആളാണ്, അധ്യാപകനാണ്, ഹൈസ്കൂൾ അധ്യാപകനാണ്, കലാസാംസ്കാരിക മേഖലയിലെ നിറസാന്നിധ്യമാണ്. 2016 കേരള സംഗീത നാടക അക്കാദമിയുടെ കഥാപ്രസംഗത്തിനുള്ള സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് വാങ്ങിച്ച ആളാണ്. അത്തരത്തിൽ നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ആളാണ്. കെടാമംഗലം സദാനന്ദൻ കലാസാംസ്കാരിക വേദിയുടെ മുഖ്യ അമരക്കാരനാണ്. നിരന്തരം സാംസ്കാരിക പരിപാടികളുടെ സംഘാടകനാണ്. അങ്ങനെ സർവമേഖലയിലും വ്യാപരിക്കുന്ന മഹാനായിട്ടുള്ള പ്രിയ സ്നേഹിതൻ ശ്രീമാൻ സൂരജ് സത്യൻ ഇത്തവണ ഒരു പുതിയ അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. കഥാപ്രസംഗ രംഗത്ത് സമഗ്ര സംഭാവനകൾ നൽകിയതിനുള്ള ആദരസൂചകമായിട്ട് വയലാർ അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. പ്രിയ സുഹൃത്തിന്, വയലാർ അവാർഡ് നേടിയ പ്രിയ സുഹൃത്തിന് ശ്രീ സൂരജ് സത്യന് എല്ലാ തരത്തിലുള്ള അഭിനന്ദനങ്ങളും ഞാൻ അർപ്പിക്കുന്നു. രണ്ട് അവാർഡ് ജേതാക്കൾക്കും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്ത്യൻ തിയേറ്റർ ഫൗണ്ടേഷൻ്റെ പ്രിയപ്പെട്ട മിത്രങ്ങളെ നമസ്കാരം. ഇന്ന് നമ്മുടെ സംഘടന മലയാള നാടക രംഗത്ത്, തിയേറ്റർ രംഗത്ത് മികച്ച സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന ശ്രീ ജിഷ അഭിനയ, അതിനോടൊപ്പം തന്നെ മലയാള കഥാപ്രസംഗ രംഗത്ത് വളരെ മികച്ച സംഭാവനകൾ നൽകുന്ന കെടാമംഗലം സദാനന്ദ സാറിൻ്റെ അനന്തരവനായ ശ്രീ സൂരജ് സത്യൻ സാർ എന്നിവർക്ക് നമ്മുടെ സംഘടനയിൽ ഇന്ന് മികച്ച ഒരു അനുമോദനം നൽകുന്ന ദിവസമാണ്. സൂരജ് സത്യൻ സാറിനെ ഞാൻ ആദ്യമായി പരിചയപ്പെട്ടത് കെടാമംഗലം സദാനന്ദ സാറിൻ്റെ അവാർഡ് വാങ്ങിക്കാൻ പോയ ഒരു വർഷമായിരുന്നു. അതിനുശേഷം പിന്നീട് എസ് എൽ പുരം സദാനന്ദ സാറിൻ്റെ അവാർഡ് വാങ്ങുവാൻ
ഞാനും അദ്ദേഹവും ആർട്ടിസ്റ്റ് സുജാത മാഷ് ഒക്കെ ഒന്നിച്ച് അവാർഡ് മേടിക്കുന്ന വേദിയിൽ വെച്ചായിരുന്നു. സൂര്യസത്യൻ സാറ് മികച്ച ഒരു അധ്യാപകൻ കൂടിയാണ്, കാഥികനാണ്, ഗാനരചയിതാവാണ്. ഒക്കെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചാണ് ഈ വർഷത്തെ വയലാർ രാമവർമ്മ അവാർഡ് സൂര്യസത്യൻ സാറിനും അതിനോടൊപ്പം തന്നെ എനിക്ക് ലഭിച്ചത്. പ്രിയപ്പെട്ട കലാകാരി ശ്രീമതി ജിഷ അഭിനയ. ജിഷയെ ഞാൻ ആദ്യമായി കാണുന്നത് ഭരത് പി ജെ ആന്റണി പുരസ്കാരം സാഹിത്യ അക്കാദമി ഹാളിൽ വെച്ച് ഞങ്ങൾ രണ്ടുപേരും ഏറ്റുവാങ്ങാൻ പോയ സമയത്തായിരുന്നു. അതിനുശേഷം ജിഷയുടെ നാടക പ്രവർത്തനങ്ങളൊക്കെ ഞാൻ വളരെ ശ്രദ്ധിക്കുകയും സ്ത്രീപക്ഷ നാടകങ്ങൾ, തിയേറ്റർ നാടകങ്ങൾ, ഇതിലൊക്കെ രചനയും സംവിധാനവും ഒക്കെ നിർവഹിച്ച് മികച്ച ഒരു നാടക കലാകാരിയാണ്. ജിഷയുടെ കുടുംബത്തിൽ അച്ഛനും അമ്മയൊക്കെ നാടക പ്രവർത്തകരാണ്. ഇപ്പോൾ ദേശാഭിമാനിയുടെ ലേഖിക കൂടിയാണ് ജിഷ. ഇരുവർക്കും ഇന്ത്യൻ തിയേറ്റർ ഫൗണ്ടേഷൻ്റെ രക്ഷാധികാരി എന്ന നിലയിൽ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. നമസ്കാരം. ഞാൻ സൂരജ് സത്യൻ. ഇന്ത്യൻ തിയേറ്റർ ഫൗണ്ടേഷൻ ഇന്ന് നൽകിയ ഈ അനുമോദനത്തിന് ആദ്യമേ തന്നെ നന്ദി രേഖപ്പെടുത്തട്ടെ. ഒരു കഥാപ്രസംഗകൻ എന്ന നിലയിൽ വയലാർ രാമവർമ്മ സ്മാരക പുരസ്കാരം നേടിയതിനാണല്ലോ ഇന്ന് അനുമോദിക്കപ്പെട്ടത്. അത് ഏറെ അഭിമാനകരമാണ്. കാരണം കേരളത്തിൻ്റെ നവോത്ഥാന പ്രസ്ഥാനത്തോടൊപ്പം വളർന്നു വന്ന ഒരു കലയാണ് കഥാപ്രസംഗം. അത് എൻ്റെ നാട്ടിലാണ്, എറണാകുളം ജില്ലയിലെ വടക്കംപറവൂരിലെ ചേന്നമംഗലം ഗ്രാമത്തിലെ വടക്കുംപുറം എന്ന് പറയുന്ന ഗ്രാമപ്രദേശത്താണ് ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത്. ആദ്യ കാഥികൻ ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യനായ ശ്രീ സത്യദേവൻ. ആദ്യ കഥ കുമാരനാശാന്റെ ഖണ്ഡകാവ്യം ചണ്ടാല ഭിക്ഷുകി. അപ്പോൾ കഥാപ്രസംഗം എന്ന കലയുടെ ഉത്ഭവത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്തായിരുന്നു എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. അങ്ങനെ കഥാപ്രസംഗം രൂപം കൊണ്ട നാട്ടിൽ നിന്ന് കഴിഞ്ഞ 37 വർഷമായി ആ കലയിൽ സജീവമായി നിലനിൽക്കാൻ കഴിയുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്. കലാകാരന്മാർ ഇന്ന് വളരെ സങ്കീർണമായ പല വിഷയങ്ങളെയും അഭിമുഖീകരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എങ്ങനെ കലാപ്രവർത്തനം നടത്തണം, എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ ആശയങ്ങളെ രൂപപ്പെടുത്തണം എന്നെല്ലാം ചില കോണുകളിൽ നിന്ന് ചില നിയന്ത്രണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഇത്തരത്തിലുള്ള പുരസ്കാരങ്ങളും അനുമോദനങ്ങളും മുന്നോട്ടുള്ള യാത്രയ്ക്ക് എപ്പോഴും പ്രചോദനങ്ങളാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ അനുമോദനത്തിന് ഇന്ത്യൻ തിയേറ്റർ ഫൗണ്ടേഷൻ്റെ പ്രവർത്തകരോടും ഇന്ന് ഈ അനുമോദന ചടങ്ങിൽ പങ്കെടുത്ത എല്ലാ അംഗങ്ങളോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം. ഇന്ത്യൻ തിയേറ്റർ ഫോറം ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിലുള്ള നന്ദിയും സ്നേഹവും ആദ്യമേ അറിയിക്കട്ടെ. ഞാൻ തൃശ്ശൂർ കുറ്റൂർ അഭിനയ നാടക സമിതിയുടെ സാരഥിയാണ്. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, ഒരു നാടക സമിതി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് എത്രത്തോളം ബുദ്ധിമുട്ടും കഠിനവും തീവ്രവുമാണെന്ന്. പക്ഷേ ഒരു കൂട്ടം ആളുകൾ നമ്മുടെ കൂടെ തന്നെയുണ്ട്. നാടകം അതിൻ്റെ എല്ലാ സൗന്ദര്യത്തിലേക്കും അരങ്ങിലേക്ക് എത്തിക്കാനായി ഒരു കൂട്ടം ആളുകൾ നമുക്കൊപ്പം ചേരുന്നു. രചന, സംവിധാനം, ഇതാണ് എൻ്റെ മേഖല, അഭിനയവും. പക്ഷേ ഇതിനെല്ലാം ഒപ്പം ചേർന്ന് നിൽക്കാൻ നിരവധി ആളുകൾ ഇതിനോട് താല്പര്യപ്പെട്ട് നമ്മുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറെ സന്തോഷകരമായൊരു കാര്യം. ഞങ്ങൾ അഭിനയ നാടക സമിതി മെഡിക്കൽ ക്യാമ്പ്, മുതിർന്നവർക്കായി മെഡിക്കൽ ക്യാമ്പ്, കുട്ടികൾക്ക് വേണ്ടി നാടകശില്പശാല, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക നാടകശില്പശാല എന്നിവയെല്ലാം സംഘടിപ്പിക്കുന്നു. ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിനുള്ള സ്നേഹവും നന്ദിയും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നിങ്ങൾക്കേവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ.